നമസ്കാരം, സുഖല്ല എല്ലാവർക്കും. ഇന്ന് നമുക്ക് കൈപ്പയ്ക്ക് വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്, മീനില്ലാത്ത മീൻകറി. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. കൈപ്പയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. വാഴയിലൊക്കെ പൊതിഞ്ഞ് ചുട്ടെടുക്കുന്ന ഒരെണ്ണം. കാണാത്തവർക്കായിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ കൈപ്പയ്ക്ക് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാ കൂട്ടുകാർക്കും പ്രീതാസ് ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു കൈപ്പയ്ക്കാണ് എടുക്കുന്നത്. ഒരെണ്ണം മതിയാവും. നമ്മൾ നല്ല ചാറുകറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു കൈപ്പയ്ക്ക നമുക്കൊന്ന് പീസാക്കി എടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനൊന്ന് കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ നീളത്തിലാണ് എടുക്കുന്നത്. ഇപ്പൊ റൗണ്ടിന് വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ നീളനെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റൗണ്ടിന് എടുക്കാം. കൈപ്പയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നമുക്ക് ഇത്തിരി നേരം ഒന്ന് പുരട്ടി വെക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേ കൈപ്പിന് ഒരു ആശ്വാസം കിട്ടും. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പിടി കൊച്ചുള്ളി ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, ഇത്തിരി കറിവേപ്പില. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഈസി ആയിട്ട് ചതയ്ക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്നൊരു കറക്കം കറക്കിയാൽ മതി. അതല്ല ഇതിനെ നുറുക്കി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവാളയും ചേർക്കാം. ഞാനിതൊന്ന് ചതച്ചെടുക്കുകയാണ്. ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു തക്കാളി ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതേ വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 കഷ്ണം കുടംപുളി നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറിയെല്ലാം പോയിട്ടുണ്ട്. കുടംപുളിക്ക് പകരം നമുക്ക് പച്ചമാങ്ങയും ചേർക്കാട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതും വേണം. പിന്നെ നമുക്ക് കുറച്ച് 1-ാം പാലും കൂടെ വേണം. കൈപ്പയ്ക്ക ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വേവിക്കാൻ തുടങ്ങാം. മീൻകറി പോലെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചട്ടിയിൽ തന്നെ വെക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കൈപ്പയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഡീപ്പ് ഫ്രൈ ആക്കണ്ട കേട്ടോ, നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കൈപ്പയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായി വഴറ്റിയെടുക്കുമ്പോഴേ കൈപ്പയ്ക്കയിലുള്ള കയ്പ്പൊക്കെ പോയി കിട്ടും. അപ്പോൾ കറിയിൽ ആ കയ്പ്പൊന്നും ഉണ്ടാവില്ല. പാവയ്ക്ക് ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നന്നായി വഴന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇനി ഇതിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി ഒക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല മൂത്ത മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ തക്കാളിയുടെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് 2 മിനിറ്റ് നമ്മൾ വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് കുടംപുളിയും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. അത് സോക്ക് ചെയ്തിട്ടുള്ള വെള്ളമാണ്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് എത്രയ്ക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ടല്ല നമ്മൾ വേവിക്കുന്നത്, തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. കൈപ്പയ്ക്ക നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ വഴറ്റിയെടുത്തപ്പോഴേ നന്നായി വെന്തിട്ടുള്ളതാണ്. ഇനി ഈ പാലിൽ കൈപ്പയ്ക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കൈപ്പയ്ക്കയിൽ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച് വെന്ത് ഇങ്ങനെ കുറുകി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാവയ്ക്കും കൂടെ ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളമായി. നമ്മുടെ കറിയൊക്കെ കുറുകി തുടങ്ങി. ഇനി ഇതിലേക്ക് ഞാൻ 1-ാം പാല് ചേർക്കുകയാണ്. 1-ാം പാല് ചേർക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തു. 1-ാം പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി കടുക് ഒക്കെ പൊട്ടിച്ചിടണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതിൽ ഉള്ളി മാത്രം മൂപ്പിച്ചിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉള്ളി കാച്ചിടാൻ പോവാണ്. ഉള്ളി കാച്ചിടാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പാവയ്ക്കയും തേങ്ങാപ്പാലും കൂടെ ചേരുമ്പോഴൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചിടുന്നുണ്ട്. ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ, കൂടുതലിടരുത്. ഇനി ഇതിനെ നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് മിനിറ്റ് നമുക്കത് മൂടി വയ്ക്കാം. കാച്ചി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പാവയ്ക്ക ചേർത്തിട്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മീനില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. കയ്പൊന്നും അധികം തോന്നുന്നില്ല. പിന്നെ പാവയ്ക്കയും ഈ തേങ്ങാപ്പാലും കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.